السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പുതിയ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിൽ 67-ാമത്തെ അധ്യായം സൂറ അൽ മുൽക്കിലെ അവസാനത്തെ 3 ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ ഈ അധ്യായം ഉൾക്കൊള്ളുന്ന ഗൗരവതരമായ ചില വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഈ അധ്യായത്തിൻ്റെ പ്രത്യേകതകൾ വ്യക്തമാക്കുന്നത് പോലെ തന്നെ ഈ അധ്യായം അവസാനിപ്പിക്കുന്നതും ഏറെ മനുഷ്യരെ ചിന്തിപ്പിക്കാൻ ഉതകുന്ന ചില കാര്യങ്ങൾ പ്രസ്താവിച്ചുകൊണ്ടാണ്. ഈ അധ്യായത്തിലെ 28, 29, 30 ആയത്തുകളാണ് ഇന്ന് നമ്മൾക്ക് വിശദീകരിക്കാനുള്ളത്. അതിലെ ആദ്യ ആയത്ത് നമുക്ക് പാരായണം ചെയ്ത് വിശദീകരിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل أرأيتم إن أهلكني الله ومن معي أو رحمنا فمن يجير الكافرين من عذاب أليم. ഈ ആയത്തിന്റെ നേർക്കുനേരെയുള്ള അർത്ഥം, ഖുൽ നബിയെ പറയുക, അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു, അല്ലാഹു എന്നെയും വമൻ മഅയ എൻ്റെ കൂടെയുള്ളവരെയും നശിപ്പിക്കുകയാണെങ്കിൽ ഫമൻ ഔ റഹിമന, അല്ലെങ്കിൽ തങ്ങളോട് അള്ളാഹു കനിവ് കാണിക്കുകയും അനുഗ്രഹം കാണിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഫമൻ യുജീറുൽ കാഫിരീന, സത്യനിഷേധികളെ ആരാണ് രക്ഷപ്പെടുത്തുക, മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന്. ഈ ആയത്തിൽ പരാമർശിക്കുന്ന വിഷയം സത്യനിഷേധികൾ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകൻ ഒന്ന് നശിച്ചു കിട്ടിയെങ്കിൽ, മരണപ്പെട്ട് കിട്ടിയെങ്കിൽ എന്ന് അതിയായി ആഗ്രഹിക്കുന്നവരായിരുന്നു എന്ന് ഖുർആൻ തന്നെ പല സ്ഥലങ്ങളിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉദാഹരണത്തിന് സൂറത്തു തൂർ 30-ാം വചനത്തിൽ അം യഖൂലൂന ശാഇറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കവിയാണ് എന്നാണോ അവർ പറയുന്നത്, നതറബ്ബസു ബിഹി റൈബൽ മനൂൻ, വല്ല കാലവിപത്തും വരുന്നതുവരെ, ആ കാലവിപത്ത് വന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ നാശം സംഭവിക്കുന്നത് നമ്മൾക്ക് കാത്തിരിക്കാം എന്ന് അവർ പറഞ്ഞിരുന്നു. ഇതും ഇതുപോലെയുള്ള അവരുടെ ആഗ്രഹങ്ങൾ സൂചിപ്പിക്കുന്ന വേറെയും ഖുർആനിക വചനങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചു കിട്ടണം എന്ന് അതിയായി ആഗ്രഹിച്ചവരായിരുന്നു മക്കയിലെ മുശ്രിക്കുകൾ. അപ്പൊ അതുകൊണ്ട് അതിനൊരു മറുപടി എന്നോണം അവരോട് പറയാൻ വേണ്ടി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ഖുൽ നബിയെ പറയുക, അറഅയ്തും ഇൻ ഖുൽ അറഅയ്തും ഇൻ അഹ്ലകനി അല്ലാഹു എന്നെ നശിപ്പിക്കുകയാണെങ്കിൽ വമൻ മഅയ എൻ്റെ കൂടെയുള്ളവരെയും, ഇനി അവർ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അള്ളാഹു എന്നെയും എൻ്റെ കൂടെയുള്ള എല്ലാവരെയും നശിപ്പിക്കുകയോ ഔ റഹിമന, അതല്ലെങ്കിൽ ഞങ്ങളോട് അവൻ കാരുണ്യം കാണിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് സത്യനിഷേധികളെ ആരാണ് രക്ഷപ്പെടുത്തുക? ഇവിടെ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, നബിയെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ നശിക്കുകയോ നശിക്കാതിരിക്കുകയോ ചെയ്യട്ടെ, അവരെ അള്ളാഹു നശിപ്പിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകുകയോ ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യം എന്തുമാകട്ടെ, സത്യനിഷേധികളെ സംബന്ധിച്ച് മുശ്രിക്കുകളെ സംബന്ധിച്ച് അവർക്ക് വരാനിരിക്കുന്ന വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവരുടെ ഈ ആഗ്രഹങ്ങളോ ഇതുപോലെയുള്ള താല്പര്യങ്ങളൊന്നും അതുവഴി സംരക്ഷിക്കപ്പെടുകയില്ലല്ലോ, അല്ലെങ്കിൽ അവരെ രക്ഷിക്കുകയില്ലല്ലോ. അപ്പൊ പ്രവാചകനും അനുയായികളും നശിച്ചാൽ തന്നെ ഈ മുശ്രിക്കുകൾക്കുണ്ടാകുന്ന നേരിടാൻ പോകുന്ന കടുത്ത ശിക്ഷയിൽ നിന്ന് ആരാണ് അവരെ രക്ഷപ്പെടുത്തുക? അപ്പൊ യഥാർത്ഥത്തിൽ അവരുടെ ആഗ്രഹം അത് അവരെ രക്ഷിക്കുന്നതല്ല. മാത്രവുമല്ല, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റൊരാളുടെ നാശമോ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗത്തിന്റെ നാശമോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളോ അല്ല നമ്മുടെ ഭാഗധേയം നിർണയിക്കുന്നത്. നമ്മുടെ ഭാഗധേയം നിർണയിക്കുന്നത് നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളുമാണ്. അവരെ അള്ളാഹു എന്തു ചെയ്യുന്നു എന്നത് നമ്മെ സംബന്ധിച്ചൊരു വിഷയമല്ലല്ലോ. ഓരോ മനുഷ്യനും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ആരാണ് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ അവർക്കാണ് രക്ഷയുണ്ടാവുക. വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു വിഭാഗമോ അവർ നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും അനുഗ്രഹങ്ങൾ നൽകപ്പെടുകയോ ചെയ്യുന്നതൊന്നും യഥാർത്ഥത്തിൽ നമ്മളുടെ പരലോകത്തെ ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഈ ഒരു യാഥാർത്ഥ്യമാണ് അള്ളാഹു അവരെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പ്രവാചകനോട് നിർദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ഭൗതികമായ ശിക്ഷ ഈ മുശ്രിക്കുകൾക്ക് ഉണ്ടാകുന്ന പക്ഷം അത് തങ്ങളെ മാത്രമല്ലല്ലോ ബാധിക്കുക, അവിടെയുള്ള എല്ലാവരെയും ബാധിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ് എന്ന് കരുതി സമാധാനിച്ചിരിക്കുന്ന അവിശ്വാസികൾക്കുള്ള ഒരു മറുപടിയാണത്. അവര് നശിക്കുമല്ലോ എന്ന ആ കളങ്കപ്പെട്ട ഹൃദയത്തിന്റെ ഒരാഗ്രഹമുണ്ടല്ലോ, ആ ആഗ്രഹം കൊണ്ടൊന്നും കടുത്ത ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് സാധിക്കുകയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നബി തിരുമേനിയും അനുയായികളും ശിക്ഷിക്കപ്പെടുന്നുവോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുവോ അതൊന്നുമല്ല ഇവരെ സംബന്ധിച്ച് ഇവർ ചിന്തിക്കേണ്ട കാര്യം. തങ്ങൾ വിശ്വസിച്ചില്ല എങ്കിൽ അതിന്റെ ശിക്ഷ ഞങ്ങൾക്കാണ്. തങ്ങൾ നിഷേധത്തിൽ തുടർന്ന് ധിക്കാരികളായി ജീവിച്ചാൽ വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് ആരാണ് തങ്ങളെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുക? ആരും ഉണ്ടാവുകയില്ല. അപ്പൊ നബിയോട് ചോദിക്കാൻ വേണ്ടി പറയാണ് എന്ത്? അങ്ങനെ ഫമൻ യുജീറുൽ കാഫിരീന മിൻ അദാബിൻ അലീം, അവരെ അങ്ങനെ ഒരു ആപത്ത് അല്ലെങ്കിൽ ഒരു ശിക്ഷ ബാധിക്കുകയാണെങ്കിൽ ആരാണ് അവരെ രക്ഷപ്പെടുത്താനുണ്ടാവുക? നോക്കൂ നിങ്ങൾ, വളരെ കൃത്യമായി ബഹുദൈവ വിശ്വാസികൾ മുശ്രിക്കുകൾ മാത്രമല്ലട്ടോ, എല്ലാ മനുഷ്യരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇന്നും നമുക്കറിയാം, ഇസ്ലാമിനെയും പ്രവാചകനെയും ഒക്കെ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന അനവധി ആളുകളുണ്ടല്ലോ. ആ ആളുകൾ യഥാർത്ഥത്തിൽ അവരുടെ കാര്യം എന്താണ് എന്ന് ആലോചിക്കാറില്ല. അതിപ്പോ ഏതൊരു വിഷയത്തിലും ഒരാൾ മറ്റൊരാളെ കുറ്റം പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. സ്വന്തം കാര്യം ആലോചിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ നാശം ആഗ്രഹിക്കുന്നവർ
സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇത് എല്ലാ മേഖലകളിലും നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, എല്ലാ കാലഘട്ടത്തിലും കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഖുർആനിന്റെ ഈ ചോദ്യം ആ കാലഘട്ടത്തിലെ മുശ്രിക്കുകളോട് മാത്രമല്ല, ഇതേപോലെ പ്രവാചകനെയും അതുപോലെ തന്നെ അനുയായികളെയും വിമർശിക്കുകയും അതല്ലെങ്കിൽ ആ മാർഗം സ്വീകരിച്ചവരെ ഇന്നും വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകളുണ്ടല്ലോ. ആ ആളുകളുടെ അവരെ സ്വന്തം കാര്യങ്ങൾ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഖുർആൻ ഇവിടെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം. ഇനി അടുത്ത ആയത്തിൽ അള്ളാഹു പറയട്ടോ, വീണ്ടും നബിയോട് പറയാൻ വേണ്ടി പറയാണ്. അതെന്താ? ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ ഫസതഅലമൂന മൻ ഹുവ ഫീ ളലാലിൻ മുബീൻ. ഖുൽ, നബിയെ പറയുക, ഹുവർ റഹ്മാൻ, അവൻ പരമകാരുണ്യവാനാണ്. ആമന്നാ ബിഹി, ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു. വഅലൈഹി തവക്കൽന, ഞങ്ങൾ അവന്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു പ്രവാചകനോട് പറയണം. അപ്പോൾ മുശ്രിക്കീങ്ങളോട് ചില പ്രഖ്യാപനങ്ങൾ ആത്യന്തികമായി നടത്താൻ പ്രവാചകനോട് അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അതിലെ രണ്ടാമത്തെ ഒരു കാര്യമാണത്. അങ്ങ് പ്രഖ്യാപിക്കുക, അവരോട് പറയുക, ആ അള്ളാഹുവിന് ഹുവർ റഹ്മാൻ, അവൻ പരമകാരുണ്യവാനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ലോകത്ത് അള്ളാഹുവിന് കീഴ്പ്പെട്ട് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്കും വഴിപ്പെടാതെ അവനെ ധിക്കരിച്ച് ജീവിക്കുന്നവർക്കുമൊക്കെ കാരുണ്യം ചൊരിയുന്നവനാണ് റഹ്മാനായ അല്ലെങ്കിൽ അർ റഹ്മാൻ എന്ന് പറയുന്ന അള്ളാഹു. അതുകൊണ്ട് തന്നെ അർ റഹ്മത്ത് അല്ലെങ്കിൽ അർ റഹ്മ, കാരുണ്യം എന്ന പദത്തിൽ നിന്നാണ് റഹ്മാൻ ഉണ്ടാകുന്നത്. മുഫസ്സിരീങ്ങൾ ആ ആയത്തിന് വിശദീകരണം നൽകിയിരിക്കുന്നത് അള്ളാഹുവിനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ കാരുണ്യം നൽകുന്നവൻ. എന്നാൽ അർ റഹീം എന്നൊരു പദം ഖുർആനിൽ വേറെയുമുണ്ട്, പല സ്ഥലങ്ങളിൽ. സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. അവിടെ അവനെ വഴിപ്പെട്ടവർക്ക് പ്രത്യേകമായി കാരുണ്യം ചൊരിയുന്നവൻ എന്നാണ്. അപ്പൊ റഹ്മാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും, നമുക്കറിയാം, അള്ളാഹു മഴ വർഷിപ്പിച്ചാൽ ആ അനുഗ്രഹം എല്ലാവർക്കും ലഭ്യമാണ്. ആര് കിണർ കുത്തിയാലും ഭൂമിയിൽ തങ്ങി നിർത്തുന്ന വെള്ളം അവർക്കും ലഭ്യമാണ്. ആകാശത്തുനിന്ന് മഴ അവൻ വർഷിച്ചാൽ അതെല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. അവന്റെ സംവിധാനമായ അല്ലെങ്കിൽ അത്ഭുതകരമായ സംവിധാനമാണല്ലോ സൂര്യൻ. ആ സൂര്യനിൽ നിന്ന് നമുക്കറിയാം ഏറ്റവും വലിയ ഊർജ സ്രോതസ്സാണ് സൂര്യൻ എന്ന് പറയുന്നത്. ആ സൂര്യപ്രകാശം വിശ്വാസികൾക്ക് മാത്രമല്ല ലഭിക്കുന്നത്, എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. രാവിന്റെയും പകലിന്റെയും ഗുണങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഭൂമിയെ മനുഷ്യ വാസത്തിന് യോഗ്യമായ രൂപത്തിൽ അവൻ സംവിധാനിച്ചപ്പോൾ അതിൽ വിശ്വാസികൾക്ക് മാത്രമല്ല എല്ലാവർക്കും വസിക്കാനുള്ള ആ ഭൂമിയെ ആ രീതിയിലാണ് അവന്റെ കാരുണ്യമായി അവൻ പാകപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവന്റെ സൃഷ്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ആ ഭൂമിയെ നാം സംവിധാനിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കണം, അത് അവന്റെ റഹ്മാനായ ആ പരമകാരുണ്യവാനായ എന്ന് പറഞ്ഞാൽ പരമ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കാരുണ്യം ചെയ്യുന്ന അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടാണ് അത് ലഭ്യമാകുന്നത്. ഇനി ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും വിമർശിക്കുകയും അവരുടെ നാശം ആഗ്രഹിക്കുകയും ചെയ്യുന്ന മുശ്രിക്കുകളെ സംബന്ധിച്ച് അങ്ങനെയൊക്കെയും ധിക്കാരപരമായി പ്രവർത്തിക്കുകയും സത്യനിഷേധികളായി ഭൂമിയിൽ തുടരുകയും ചെയ്യുമ്പോഴും അവർക്ക് ഇവിടെ ജീവിക്കാനും യഥേഷ്ടം അവരുടെ ഐശ്വര്യങ്ങൾ ഉപയോഗപ്പെടുത്താനും ഒക്കെ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയോ? ഈ അള്ളാഹു ആരാധ്യൻ റഹ്മാനായതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ നബി തിരുമേനിക്കും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ അനുയായികൾക്കും എന്ന പോലെ തന്നെ അവിടെയുള്ള മറ്റു നിഷേധികളും ധിക്കാരികളുമായ ആളുകൾക്കൊക്കെയും ആ കാരുണ്യം മുഖേനയാണ് അവർ ജീവിക്കുന്നതും ഈ ധിക്കാരത്തോടു കൂടി ഭൂമിയിൽ ജീവിക്കാൻ അവർക്ക് അവസരം നൽകുകയും ഒക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് ആ പരമകാരുണ്യവാനായ അള്ളാഹു അലൈഹി തവക്കൽന, അവനിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടി
അള്ളാഹു പ്രവാചകനോട് പറയുകയാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, റഹ്മാൻ എന്ന ആ മഹത്തായ പദമുണ്ടല്ലോ, അള്ളാഹുവിന്റെ നാമം, അള്ളാഹുവിന്റെ ഓരോ നാമങ്ങളും അവൻ വെറുതെ സ്വയം അവൻ വെച്ചതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമ്പോൾ അവന്റെ ആ നാമങ്ങൾ കൊണ്ട് ദുആ ചെയ്തിരുന്നു. ഖുർആൻ പറയുന്നുണ്ട് നമ്മളോടും, ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് നല്ല പേരുകളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അവനോട് പ്രാർത്ഥിക്കുക, ചോദിക്കുക. അപ്പൊ റഹ്മാൻ എന്ന് പറയുമ്പോൾ ആ റഹ്മാൻ ആരാണ് എന്ന് നമ്മൾ അറിയണം. പലപ്പോഴും നമ്മൾ മറ്റുള്ളവർക്ക് മേൽ അതിക്രമം കാണിക്കുന്ന അനവധി ധിക്കാരികളായ വ്യക്തികളും ശക്തികളും രാജ്യങ്ങളൊക്കെ ഇന്ന് നമുക്ക് കാണാൻ പറ്റും. അവർ ഈ ലോകത്ത് അങ്ങനെ ഇപ്പോഴും യഥേഷ്ടം ജീവിച്ചു പോകുന്നു, ധിക്കാരികളായി തന്നെ. പക്ഷെ അങ്ങനെ അവർക്ക് ജീവിക്കാൻ അവസരം നൽകുന്നത് അള്ളാഹു റഹ്മാൻ ആയതുകൊണ്ടാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ആ മുശ്രിക്കീങ്ങളോടും എല്ലാ ആളുകളോടും ഈ വചനത്തിലൂടെ അള്ളാഹു പറയുന്നത്. അപ്പൊ നബി തിരുമേനി ഇവിടെ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം, ഖുൽ ഹുവർ റഹ്മാനു ആമന്നാ ബിഹി, ഞങ്ങൾ ആ റഹ്മാനായ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. അതാണ് ആ വിശ്വാസം. അവരിങ്ങനെയൊക്കെ ആഗ്രഹിക്കുമ്പോഴും അത് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുവാൻ വേണ്ടി അള്ളാഹു പ്രവാചകനോട് നിർദ്ദേശിക്കുകയാണ്. കാരണം ആ അള്ളാഹു കാരുണ്യവാനാണ്. മാത്രമല്ല വഅലൈഹി തവക്കൽന, അവന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുക. സ്വാഭാവികമായും നബി തിരുമേനിയുടെയും സഹാബത്തിന്റെയും നാശം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വീണ്ടും അവർ ഈ അള്ളാഹുവിൽ തന്നെ ഉറച്ചു വിശ്വസിക്കുകയും അവരിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ ധിക്കാരം വർദ്ധിക്കും ചിലപ്പോൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ അള്ളാഹുവിലുള്ള വിശ്വാസവും അവനുള്ള തവക്കുലും ഉറപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു പ്രവാചകനോട് നിർദ്ദേശിക്കുകയാണ്. ഏത് കഷ്ടതകളിലും ഏത് പരീക്ഷണങ്ങളിലും തവക്കുൽ കൈവിടാതിരിക്കുക എന്നത് ഈ ഒരു കാര്യം നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. തവക്കുൽ എന്നുള്ളത് ഇവിടെ എടുത്തു പറയാനുള്ള ഒരു കാരണം അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് അള്ളാഹുവിലല്ലാതെ മറ്റൊരു വ്യക്തിയിലോ ഒരു ശക്തിയിലോ ഒരു നൂലിലോ ഒരു വളയത്തിലോ ഒരു ചരടിലോ ഒന്നിലും നമുക്ക് തവക്കുൽ ചെയ്യാൻ പാടില്ലല്ലോ. ഖുർആൻ പറയുന്നത് നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ വഅലൈഹി വഅലല്ലാഹി ഫതവക്കലൂ ഇൻ കുൻതും മുഅ്മിനീൻ. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു പറയാണ് വഅലല്ലാഹി ഫതവക്കലൂ, നിങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുക, തവക്കുൽ ചെയ്യുക. ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. അപ്പൊ ഒരു മുഅ്മിനെ സംബന്ധിച്ച് അല്ലാഹു അല്ലാത്ത മറ്റൊരാളിലും അവന് തവക്കുൽ ചെയ്യാൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ തവക്കുൽ ചെയ്താൽ അവന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അള്ളാഹു ഒഴിഞ്ഞു മാറും എന്ന് നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാൻ കഴിയും, മൻ തഅല്ലഖ ശൈഅൻ ഉകില ഇലൈഹി, ഒരാൾ ശരീരത്തിൽ എന്തെങ്കിലും ഒന്ന് ബന്ധിച്ചാൽ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സമാധാനത്തിന് വേണ്ടി ഒരു നൂലോ ചരടോ ഒരു വളയമോ അങ്ങനെ എന്തെങ്കിലും ബന്ധിച്ചാൽ ഉക്കില ഇലൈഹി, അയാൾ അതിലേക്ക് തവക്കുൽ ചെയ്യപ്പെടും, അള്ളാഹുവിലേക്കല്ല. യഥാർത്ഥത്തിലൊരു വിശ്വാസി അള്ളാഹുവിൽ മാത്രമേ തവക്കുൽ ചെയ്യാൻ പാടുള്ളൂ. ആ തവക്കുൽ മറ്റുള്ള എന്തിലേക്കെങ്കിലും ശക്തിയിലേക്കോ നൂലിലേക്കോ ഒക്കെ നമ്മൾ മാറ്റുമ്പോൾ അവൻ അള്ളാഹുവിൽ നിന്ന് നൽകേണ്ട ആ ഇബാദത്ത് മറ്റുള്ളവർക്ക് പങ്കുവെക്കുകയാണ്. അതാണ് ശിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ കൃത്യമായി പ്രഖ്യാപിക്കുവാൻ വേണ്ടി അള്ളാഹു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറയാണ് ഈ 29-ാമത്തെ ആയത്തിലെ ഖുൽ ഹുവർ റഹ്മാൻ ആമന്നാ ബിഹി വഅലൈഹി തവക്കൽനാ, ഞങ്ങൾ അവനിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ അവനിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന്. അപ്പൊ ഇവിടെ തവക്കുലുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായി അള്ളാഹു പ്രഖ്യാപിക്കാൻ വേണ്ടി പ്രവാചകനോട് പറയണം. കാരണം അത് വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ടാണ്. ഇനി അവസാനത്തെ ആയത്ത്, ഈ അധ്യായത്തിലെ 30-ാമത്തെ ആയത്ത്, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ
ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. ഖുൽ, നബിയെ അവരോട് ചോദിക്കുക, അവരോട് പറയുക, അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ, നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങളുടെ വെള്ളമുണ്ടല്ലോ, കുടിക്കാന്, കുളിക്കാന്, കൃഷി ചെയ്യാനൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ വെള്ളം, ആ വെള്ളം അത് അസ്ബഹ മാഉകും ഗൗറ, അത് വറ്റിപ്പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ആ ഉറവ് വെള്ളം, ഉറവ് ജലം പിന്നെ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക? നോക്കൂ നിങ്ങൾ, മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഈ ആയത്തും അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളൊക്കെ എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിലും പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ, ഇത്രയും പുരോഗമിച്ച മനുഷ്യന് വെള്ളം, അവന്റെ ജീവിതത്തിന് ആവശ്യമായ വെള്ളം നിർമ്മിക്കാൻ സാധിക്കുന്നില്ലല്ലോ. അവന്റെ ജീവിതത്തിന് ആവശ്യമായ വായു നിർമ്മിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഈ ലോകത്ത് എത്ര ജന്തുജാലങ്ങളുണ്ട്, മനുഷ്യരുണ്ട്. അവർക്ക് ആവശ്യമായ വായു നിർമ്മിക്കാൻ മനുഷ്യർക്ക് കഴിയോ? എത്ര ശാസ്ത്രം പുരോഗമിച്ചാലും അവർക്ക് വേണ്ട വെള്ളം നിർമ്മിക്കാൻ ശാസ്ത്രത്തിന് കഴിയുമോ? അഥവാ മനുഷ്യന് കഴിയുമോ? ഇല്ലല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ ഈ ചോദ്യം എന്നും പ്രസക്തമായി നിലനിൽക്കുകയാണ്. 1400 വർഷങ്ങൾക്കപ്പുറം ചോദിച്ച ഈ ചോദ്യം ഇന്ന് നമ്മൾ എല്ലാം വിരൽത്തുമ്പിൽ എന്ന് പറയുമ്പോഴും നമ്മൾ എവിടെയും എത്തിയിട്ടില്ല എന്ന ഒരു കാര്യം ഈ ചോദ്യം നമുക്ക് മുമ്പിൽ ചോദിക്കുകയാണ്. കാരണം എന്താ അറിയോ? നിങ്ങൾ ഉപയോഗിക്കുന്ന വെള്ളം, ആ വെള്ളം നിങ്ങൾ എന്തിനു ഉപയോഗിക്കുന്നതാകട്ടെ, കാരണം വെള്ളത്തിന്റെ സ്രോതസ് എന്ന് പറയുന്നത് മഴ വർഷിക്കലാണല്ലോ. ആ മഴ വർഷിപ്പിക്കുന്നവൻ ആരാ? അള്ളാഹുവാണ്. ആ മഴ വർഷിക്കുന്ന മഴയാണ് പിന്നീട് നമ്മുടെ കിണറ്റിലുണ്ടാകുന്നത്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതാണ് നമ്മുടെ കൃഷിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ ആ വെള്ളം വറ്റിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് ആ ഉറവ് ജലം എന്ന് പറഞ്ഞാൽ ഭൂമി നിങ്ങൾ കുഴിച്ചെടുക്കുന്ന ആകാശത്ത് നിന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം അങ്ങനെ പെയ്താലേ നമ്മുടെ കിണറ്റിൽ വെള്ളം ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ വെള്ളവുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം എന്താ അറിയോ? വെള്ളം മനുഷ്യന്റെ ഒരു നിത്യോപയോഗ സാധനമാണ്. അതില്ലാതെ ജീവിക്കാൻ മനുഷ്യന് സാധിക്കുകയില്ല. അപ്പൊ ആ മനുഷ്യനോട് വെള്ളത്തെക്കുറിച്ച് ആലോചിക്കാനോ ചിന്തിക്കാനും ഒരുപാട് സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹു പറയുന്നത്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. അവർ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ആരാ ചോദിക്കുന്നത്? അള്ളാഹു ചോദിക്കുക, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ. നിങ്ങളാണോ ആകാശത്തിൽ നിന്ന് ആ വെള്ളം ഇറക്കിയത്, അതല്ല നമ്മളാണോ? അള്ളാന്റെ ലളിതമായ ചോദ്യം. ആ ലളിതമായ ചോദ്യത്തിന്റെ മുമ്പിൽ മറ്റൊരു ഉത്തരം നൽകാൻ ആർക്കും സാധ്യമല്ലല്ലോ, എത്ര നമ്മൾ പുരോഗമിച്ചാലും. അത് വെള്ളത്തെക്കുറിച്ച് ചിന്ത അത്ഭുതകരമാണ്. എന്താണ് വെള്ളത്തിന്റെ രുചി എന്ന് പറയാൻ പോലും നമുക്ക് കഴിയില്ല. പക്ഷെ അള്ളാഹു ആ ആയത്തിന് ശേഷം ഒരു കാര്യം പറയുന്നുണ്ട്, ലൗ നശാഉ ലജഅൽനാഹു ഉജാജൻ ഫലൗലാ തശ്കുറൂൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ വെള്ളത്തെ നാം കയ്പ് രുചിയുള്ളതാക്കുമായിരുന്നു, നിങ്ങൾ എന്താ നന്ദി കാണിക്കാത്തത് എന്ന്. നോക്കൂ നിങ്ങൾ, ആ വെള്ളം മാത്രം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി അള്ളാഹുവിന്റെ അസ്തിത്വത്തെ ബോധ്യപ്പെടാൻ, അവന്റെ ഏകത്വത്തെ ബോധ്യപ്പെടാൻ. അതുകൊണ്ട് വെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഖുർആനിലുണ്ട്. ശാസ്ത്രീയമായി ഇന്ന് നമ്മൾ പറയുന്ന കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിലുള്ളത്. നമ്മൾ പഴയ കാലത്ത് സ്കൂളുകളിൽ പഠിപ്പിച്ചിരുന്നു കുട്ടികളെ മണ്ണൊലിപ്പ് തടയേണ്ടതിന്റെ ആവശ്യകതയും വെള്ളം കെട്ടി നിർത്തേണ്ടതിന്റെ ആവശ്യകതയും ഒക്കെ. ഖുർആൻ 1400 വർഷങ്ങൾക്ക് ഈ വെള്ളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോ അവനാണ് ആകാശത്തുനിന്ന് വെള്ളം ഇറക്കുന്നത് എന്ന് പറഞ്ഞു. അവിടെ നിർത്തിയില്ലട്ടോ. ഖുർആൻ പിന്നെ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ? വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ബിഖദരിൻ. നാം ഒരു നിശ്ചിത കണക്ക് പ്രകാരം ആകാശത്തുനിന്ന് വെള്ളം ഇറക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഫഅസ്കന്നാഹു ഫിൽ അർളി. ഭൂമിയിൽ നാം അതിനെ തങ്ങി നിർത്തുകയും ചെയ്യുന്നു. ഭൂമിയിൽ അതിനെ തങ്ങി നിർത്തുന്ന വെള്ളം കുറെയൊക്കെ ഒഴുകി പോകുമെങ്കിലും ആ വെള്ളം ഭൂമി അത് നനയുകയും ആ ഭൂമിയിൽ അതിനെ തങ്ങി നിർത്തുകയും ചെയ്യുന്നു. ഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. അല്ലാഹു പറയട്ടോ,
നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആ വെള്ളത്തെ ഇല്ലാതാക്കാൻ, പോക്കിക്കളയാൻ കഴിവുള്ളവനാണ് നമ്മൾ. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇതിലും വേദ തെളിവ് എന്താ വേണ്ടത്? മനുഷ്യനെ സംബന്ധിച്ച് അത് കഴിയില്ലല്ലോ. അള്ളാഹു ആകാശത്തുനിന്ന് മഴ വർഷിച്ച് ആ മഴ വെള്ളം ഭൂമിയിൽ അവൻ തന്നെ താങ്ങി നിർത്തുകയാണ്. എന്തിനു വേണ്ടി? അത് മനുഷ്യർക്കും ഇതര ജന്തുജാലങ്ങൾക്കും വേണ്ടി. അതുകൊണ്ടാണ് നമ്മൾ കിണർ കുഴിച്ച വെള്ളം കിട്ടുന്നത്, കുളത്തിൽ വെള്ളം ഉണ്ടാകുന്നത്. നമുക്കറിയാലോ. ഇനി മഴ വർഷിക്കാതിരുന്നാലോ വളരെ പ്രയാസപ്പെടും നമ്മൾ. കുടിക്കാൻ പോലും വെള്ളമില്ലാതെ, കൃഷി ചെയ്യാൻ വെള്ളമില്ലാതെ, ഒരുപക്ഷെ കുറച്ചൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മോട്ടർ പമ്പ് വെച്ചോ അതല്ലെങ്കിൽ കിണറിലെ ഒരു റിങ്ങും കൂടെ താഴ്ത്തിയിട്ടൊക്കെ വെള്ളം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിനും ഒരു പരിധിയുണ്ട്. ആകാശത്തുനിന്ന് മഴ വർഷിച്ചിട്ടില്ലെങ്കിൽ നമുക്കറിയാം, എത്രയോ നാടുകളിൽ വലിയ വരൾച്ചയാണല്ലോ. അപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ഈ ചോദ്യം വേറെ പ്രസക്തമാണ്. അള്ളാഹുവിടെ ചോദിക്കുന്നത് എന്താ അറിയോ? ഈ വറ്റിപ്പോയ വെള്ളത്തിന്റെ ഉറവിടങ്ങളെ, വെള്ളം നമുക്ക് ലഭിക്കുന്ന അതിന്റെ സ്രോതസ്സുകൾ, ആ ഉറവിടങ്ങൾ വറ്റിപ്പോയി എന്ന് വിചാരിക്കുക. വറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരാൻ ആർക്കാ കഴിയുക? ആർക്കെങ്കിലും കഴിയോ? ഇല്ലല്ലോ. മനുഷ്യൻ എന്തൊക്കെ പ്രയോഗങ്ങൾ നടത്തുന്നുണ്ട്. ക്ലൗഡ് സീഡിങ്, അതുപോലെയുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ. പക്ഷെ അതിൻ്റെയൊക്കെ എക്സ്പെൻസ് വളരെ വലുതാണ്. അതൊന്നും എല്ലാ സ്ഥലങ്ങളിലും കഴിയുന്ന ഒരു കാര്യവുമല്ല. അത് വിജയകരവുമല്ല എന്നതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അത്രക്ക് വലിയ എക്സ്പെൻസീവായ കാര്യങ്ങളാണ്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ച് ഈ ഒരൊറ്റ കാര്യത്തെക്കുറിച്ച് മനുഷ്യൻ ചിന്തിച്ചാൽ വെള്ളം അത് വലിയൊരു അനുഗ്രഹമാണ്. അപ്പൊ ഈ സൂറത്തുൽ മുൽക്കിന്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ ഇതിന്റെ തുടക്കത്തിന്റെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. ഇതിൽ അള്ളാഹുവിന്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അവന് മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും അവന്റെ കഴിവുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അധ്യായം കിടക്കുന്നതിന് മുമ്പ് പാരായണം ചെയ്തിരുന്നു. മാത്രമല്ല ഈ അധ്യായം അത് പാരായണം ചെയ്ത് ജീവിതത്തിൽ പകർത്തിയവനെ പരലോകത്ത് ശഫാഅത്തിന് വേണ്ടി അള്ളാഹുവിനോട് പറയുമെന്ന് പ്രവാചകൻ പറഞ്ഞു. കാരണം എന്താ അറിയോ? ഈ ആയത്തിന്റെ അത്രയും ഗൗരവതരമായ ആശയങ്ങളാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തി മനുഷ്യനെ ചിന്തിപ്പിച്ച് ആ അള്ളാഹുവിന്റെ അവനെ അംഗീകരിക്കാൻ പ്രാപ്തമാക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ സൂചിപ്പിക്കുന്നത്. ഏറ്റവും അവസാനത്തെ ഒരൊറ്റ ചെറിയ ആയത്താട്ടോ, ഒരു അരവരിയുള്ള ആയത്താ. എന്ത്? ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറ. നിങ്ങളുടെ വെള്ളം, ആ വെള്ളം വറ്റിപ്പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, ഉറവ ജലം അല്ലെങ്കിൽ ആ വെള്ളം പിന്നെ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരിക? മനുഷ്യനോടുള്ള ചോദ്യം കേട്ടോ. ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടത് ഞാനും നിങ്ങളുമാണ്. വെള്ളത്തെക്കുറിച്ച് എത്ര നമ്മൾക്ക് ആലോചിക്കാനും ചിന്തിക്കാനും കഴിയോ? തീർച്ചയായും അതൊക്കെയും നമ്മളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. കാരണം എന്താ അറിയോ? വേറെ ഒരു ശക്തിക്കും നമുക്ക് വെള്ളം ഉണ്ടാക്കി തരാൻ കഴിയില്ല. ഈ പ്രപഞ്ചത്തിൽ കോടാനുകോടി മനുഷ്യരുണ്ട്, മറ്റു ജന്തുജാലങ്ങളുണ്ട്. എല്ലാവർക്കും വെള്ളം ആവശ്യമാണ്. പക്ഷെ ആ വെള്ളം എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ നോക്കൂ നിങ്ങൾ, അതിന്റെ രുചി പറയാൻ, എന്താണ് വെള്ളത്തിന്റെ രുചി എന്ന് പറയാൻ പോലും നമ്മൾ അശക്തരാണ്. ആ വെള്ളത്തിന്റെ നിറം എന്താണ് എന്ന് പറയാൻ പോലും നമ്മൾ അശക്തരാണ്. ആ വെള്ളം നിലച്ചു പോയാൽ എവിടെ നിന്ന് അത് കിട്ടും? നമുക്കത് ഉണ്ടാക്കിത്തരാൻ ആർക്കും കഴിയില്ലല്ലോ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരൊറ്റ കാര്യമാണത്, മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. ആ അള്ളാഹുവാണ് മഴ വർഷിപ്പിക്കുന്നവൻ. മക്കായിലെ മുശ്രിക്കീങ്ങൾക്കും അതറിയാമായിരുന്നു. ഖുർആൻ പറയുന്നുണ്ട് ഒരു സ്ഥലത്ത്, ആകാശഭൂമികളെ നിയന്ത്രിക്കുന്നവരാരാണ്? ജീവനുള്ളതും ജീവനില്ലാത്തതും സൃഷ്ടിക്കുന്നതാരാ? രാവും പകലും ഉണ്ടാക്കുന്നതാരാ? ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നതാരാ എന്നൊക്കെ ചോദിച്ചാൽ